സോഷ്യോ പ്ലസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിൻ്റെ ജിയോഗ്രഫി ടെക്സ്റ്റിൽ നിന്നുള്ള ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്സ് എന്ന ചാപ്റ്ററിലെ 2 ക്ലാസ്സുകൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ചാപ്റ്ററിലെ 3ാമത്തെ ഒരു ക്ലാസ്സാണ് നമ്മൾ ഇന്നിവിടെ കൈകാര്യം ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഇവിടെ നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത് കൺവെൻഷണൽ സൈൻസ് ആൻഡ് സിംബൽസ് അല്ലെങ്കിൽ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് സൈൻസ് ആൻഡ് സിംബൽസ് ദാറ്റ് വി യൂസിങ് ഫോർ പ്രിപ്പയറിംഗ് മാപ്സ്. മാപ്പുകൾ നിർമ്മിക്കാൻ അല്ലെങ്കിൽ മാപ്പുകളിൽ ഭൂപടങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില ചിഹ്നങ്ങളും അടയാളങ്ങളും നിറങ്ങളും ഒക്കെയുണ്ട്. ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ഒരേപോലെ ഉപയോഗിക്കുന്ന ചില അടയാളങ്ങളൊക്കെയുണ്ട്. 8ാം ക്ലാസ്സിൽ അതിനെപ്പറ്റി നമ്മൾ ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ 8ാം ക്ലാസ്സിൽ നമ്മൾ നോക്കിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ടോപ്പോഗ്രാഫിക് മാപ്സിന് നമ്മൾ നമ്പർ ഇടുന്നത് എങ്ങനെയാണ്, അതിൻ്റെ നമ്പറിംഗ് സിസ്റ്റം എങ്ങനെയാണ്, മില്യൺ ഷീറ്റ്, ഡിഗ്രി ഷീറ്റ്, മിനിറ്റ് ഷീറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മളിപ്പോൾ ഇന്ന് നോക്കുന്നത് കൺവെൻഷണൽ സൈൻസ് ആൻഡ് സിംബൽസ്, അംഗീകൃതമായിട്ടുള്ള അടയാളങ്ങളും ചിഹ്നങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇത് ഒരുപാട് ക്ലാസ് എടുത്ത് പോവേണ്ട ഒരു കാര്യമല്ല. കുട്ടികൾക്ക് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ നൽകിയിട്ടുള്ള ഈ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കേണ്ട, നോക്കി പഠിക്കേണ്ട, ഈ ചിത്രങ്ങൾ കണ്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ഒരുപാട് ക്ലാസ് എടുത്ത് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എങ്കിലും വളരെ പെട്ടെന്ന് നമുക്കതൊന്ന് പറഞ്ഞു നോക്കാം. You have learned in previous classes that various features on Earth's surface are represented in topographic maps using different colors and symbols. As the colors and symbols used in the topo sheets are internationally accepted, the maps prepared in one country can be easily understood and analyzed by the people of another. അതായത് ടോപ്പോഗ്രാഫിക് മാപ്സിൽ അല്ലെങ്കിൽ ടോപ്പോ ഷീറ്റിൽ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ധരാതലീയ ഭൂപടങ്ങളിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഏത് ഭൂപടം ആയിക്കോട്ടെ, ആ ഭൂപടങ്ങളിൽ ഉപയോഗിക്കുന്ന അടയാളങ്ങളും ചിഹ്നങ്ങളും ഒക്കെ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ഓർ ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് സൈൻസ് ആൻഡ് സിംബൽസ് ആയിരിക്കണം. അങ്ങനെയാകുമ്പോഴേ ഒരു രാജ്യത്തുണ്ടാക്കിയിട്ടുള്ള മാപ്പ് മറ്റൊരു രാജ്യത്തുള്ള ആൾക്കാർക്ക് നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. ഓരോ ആളുകളും അല്ലെങ്കിൽ ഓരോ രാജ്യത്തും ഓരോ രൂപത്തിലുള്ള അടയാളങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കിണർ, അതല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡി, ഒരു ലേക്ക് ആയിക്കോട്ടെ, ആ ലേക്കിന് നമ്മൾ കൊടുക്കുന്ന, ഇന്ത്യ രാജ്യം കൊടുക്കുന്ന ഒരു അടയാളമല്ല അമേരിക്ക കൊടുക്കുന്നത് എങ്കിൽ ഈ 2 രാജ്യത്തുള്ള മാപ്പുകൾ 2 രാജ്യങ്ങൾക്കും പരസ്പരം നോക്കുമ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും. ഇന്ത്യയിൽ തയ്യാറാക്കിയ ഒരു മാപ്പ് നോക്കുമ്പോൾ ഒരു അമേരിക്കക്കാരനവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും. അമേരിക്കയിൽ തയ്യാറാക്കിയ ഒരു ടോപ്പോഗ്രാഫിക് മാപ്പ് നോക്കുമ്പോൾ ഒരു ഇന്ത്യക്കാരന് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഈ സൈൻസ് ആൻഡ് സിംബൽസ് എന്തായിരിക്കണം? അത് ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിരിക്കണം, എല്ലാ സ്ഥലത്തും ഒരേപോലെ ഉപയോഗിക്കുന്നതായിരിക്കണം. അപ്പം അങ്ങനെയുള്ള കുറച്ച് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ഓർ ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് സൈൻസ് ആൻഡ് സിംബൽസ്, ഏതൊക്കെയാണ് അങ്ങനെയുള്ള അടയാളങ്ങൾ, ഏതൊക്കെയാണ് അങ്ങനെയുള്ള നിറങ്ങൾ, ഓരോന്നും എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ വളരെ പെട്ടെന്നൊന്ന് വായിച്ചു പോകാന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? കുട്ടികൾ കൃത്യമായിട്ട് അത് പഠിക്കണം. എല്ലാ എക്സാമിനും ഈ ഒരു ബോക്സിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഭാഗം, അത് വളരെ എളുപ്പമാണെന്ന് നമ്മൾ ചിന്തിച്ച് കളയരുത്. കുറച്ചൊന്ന് ഇരുന്ന് ശ്രദ്ധിച്ചെങ്കിൽ തന്നെ നമ്മുടെ മൈൻഡിൽ നിൽക്കുള്ളൂ. കാരണം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അത് റോഡ് എന്ന് പറയുന്ന ഒരു സംഭവം, റോഡുകൾ, ആ റോഡുകൾ തന്നെ ഇവിടെ ഒരു 5 കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. ഏറ്റവും ആദ്യം മെറ്റൽഡ് റോഡ്, അതേപോലെ അൺമെറ്റൽഡ് റോഡ്. മെറ്റൽഡ് റോഡ് എന്ന് പറയുമ്പോൾ ടാർ ചെയ്ത റോഡ്. അപ്പൊ അത് ഏത് രൂപത്തിലുള്ള അടയാളമാണ് കൊടുത്തത് എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഈ ഒരു അടയാളം ഏത് നിറം ഉപയോഗിച്ചുകൊണ്ടാണ് എന്നുകൂടി ശ്രദ്ധിക്കണം. അപ്പൊ റോഡുകൾക്ക് മൊത്തത്തിൽ ഏത് റോഡാണെങ്കിലും, മെറ്റൽഡ് റോഡായിക്കോട്ടെ, അൺമെറ്റൽഡ്, ടാർ ചെയ്യാത്ത റോഡായിക്കോട്ടെ, ഫുട്പാത്ത് ആയിക്കോട്ടെ, അതുപോലെ കാർട്ട് ട്രാക്ക്, അതായത് വണ്ടിപ്പാത എന്ന് പറയും, ചരക്ക് വണ്ടികളൊക്കെ പോകുന്ന പാത, ബ്രിഡ്ജ് വിത്ത് റോഡ്, പാലവും റോഡും, മുകളിൽ പറഞ്ഞിട്ടുള്ള റോഡ് ഉണ്ടല്ലോ, ആ റോഡിന്റെ മുകളിൽ ചെറിയൊരു പാലത്തിന്റെ അടയാളം കൂടി കൊടുക്കുക, അതാണ് ബ്രിഡ്ജ് വിത്ത് റോഡ്. അപ്പൊ ഇതെല്ലാം തന്നെ ഏത് നിറത്തിലാണ്? റെഡ് കളർ അല്ലെ, അഥവാ ചുവപ്പ് നിറത്തിലാണ് റോഡുകളെല്ലാം തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ആ നിറം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഓരോന്നിന്റെയും അടയാളം നമ്മൾ തെറ്റിപ്പോവാതെ മനസ്സിലാക്കുക. അതേപോലെ ഇവിടെ മുകളിൽ നമുക്ക് ബൗണ്ടറി നോക്കുകയാണെങ്കിൽ, അതിർത്തികൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, തെറ്റിപ്പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്റർനാഷണൽ ബൗണ്ടറിയാണ് ഏറ്റവും ആദ്യം കാണുന്നത്. അന്താരാഷ്ട്ര അതിർത്തി, അതായത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തികളൊക്കെയാണിത്. ഇങ്ങനെ കുറച്ച് കട്ടി കൂടിയിട്ടുള്ള ഒരു ലൈന്, ഒരു ഡോട്ട് ആ രൂപത്തിൽ കാണാം. അതേപോലെ സ്റ്റേറ്റ് ബൗണ്ടറി ആണെങ്കിലും
നേരത്തെ ഇന്റർനാഷണൽ ബൗണ്ടറിന്റെ അതേപോലെ തന്നെയാണ്, പക്ഷെ അത്ര ബോൾഡ് അല്ല. അതേ വ്യത്യാസമുള്ളൂ. ഇപ്പം കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഇടയിലുള്ള അതിർത്തി അത് സ്റ്റേറ്റ് ബൗണ്ടറിയാണ്, രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിലുള്ള അതിർത്തിയാണ്. അതിപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ രീതിയിലായിരിക്കും കാണാം. ഡിസ്ട്രിക്ട് ബൗണ്ടറി ആണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കുക, താലൂക്ക് ബൗണ്ടറി ആണെങ്കിൽ എന്താണ് വ്യത്യാസം എന്ന് നോക്കുക. ഓക്കെ, അതൊക്കെയും തന്നെ ഏത് കളറിലാണ്? ബ്ലാക്ക് കളറിലാണ് എന്നും മനസ്സിലാക്കി വെക്കുക. അപ്പൊ റോഡ്, ബൗണ്ടറി രണ്ടും നമ്മൾ നോക്കി. അതേപോലെ തന്നെ റെയിൽവേന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു 5 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഏറ്റവും ആദ്യം റെയിൽവേ ബ്രോഡ് ഗേജ്, അതേപോലെ റെയിൽവേ മീറ്റർ ഗേജ് ഇവിടെ താഴെയും കാണാം. ഓക്കെ, റെയിൽവേ മീറ്റർ ഗേജ്, മുകളിൽ റെയിൽവേ ബ്രോഡ് ഗേജ്. അതായത് രണ്ട് റെയിലുകൾ തമ്മിൽ 1.5 മീറ്റർ എങ്കിലും വ്യത്യാസമുള്ള 1.6 സംതിങ് മീറ്റർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെയിൽവേ ബ്രോഡ് ഗേജ് എന്ന് വിളിക്കുന്നത്. രണ്ട് റെയിലുകൾ തമ്മിൽ ഈ പറയുന്ന 1.6 സംതിങ് 1.6 എബോവ് മീറ്ററിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ, ആ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ബ്രോഡ് ഗേജ് എന്ന് വിളിക്കും. അതല്ല 1 മീറ്റർ ആണ് എങ്കിൽ നമ്മൾ എന്ന് വിളിക്കും? അതിനെ മീറ്റർ ഗേജ് എന്നും വിളിക്കും. അപ്പം മീറ്റർ ഗേജ് ആകുമ്പോൾ ഈ ഒരു ചിത്രം ശ്രദ്ധിക്കുക. അതേപോലെ റെയിൽവേ ബ്രോഡ് ഗേജ് ആകുമ്പോൾ മുകളിൽ കാണുന്ന ഈ ഒരു സിമ്പൽ ആയിരിക്കും, ഈ ഒരു സൈൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ മാറിപ്പോവരുത്. അതുപോലെ രണ്ടാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാം. റെയിൽവേ വിത്ത് സ്റ്റേഷൻ, റെയിൽവേ വിത്ത് ഒരു RS എന്ന മുകളിൽ കാണാൻ പറ്റും. അതെന്താ? റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളതാണ്. അപ്പൊ പെട്ടെന്ന് മനസ്സിലാക്കാം, റെയിൽവേ വിത്ത് സ്റ്റേഷൻ ഓർ റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, അതേപോലെ ലെവൽ ക്രോസിംഗിന്റെ നിങ്ങൾക്ക് ഒരു ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവേണ്ടതാണ്. ഒരു റോഡ് അവിടെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്, റെയിൽ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. സോ ലെവൽ ക്രോസിംഗ്. അതേപോലെ തന്നെ ഏറ്റവും താഴെ റെയിൽവേ വിത്ത് ബ്രിഡ്ജ്. നേരത്തെ നമ്മൾ മുകളിൽ പറഞ്ഞല്ലോ, ബ്രിഡ്ജ് വിത്ത് റോഡ് പറഞ്ഞു, റോഡിന്റെ മുകളിലുള്ള പാലം. അതേപോലെ തന്നെ ഇവിടെ റെയിൽവേ വിത്ത് ബ്രിഡ്ജ് ആണ്. ഓക്കെ, റെയിൽപാതയും ഒരു പാലവുമാണ് ഇവിടെ കാണുന്നത്. അപ്പൊ അതിൽ പാലം റെഡ് കളറിലാണ് കൊടുത്തതെന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ലെവൽ ക്രോസിംഗിലെ റോഡ് നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞു എന്താണ്? റെഡ് കളറാണ്. ബാക്കി റെയിൽവേയുമായി ബന്ധപ്പെട്ട റെയിൽവേ ലൈനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഏത് കളറിലാണ്? ബ്ലാക്ക് കളറിലുമാണ് എന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അതേപോലെ തന്നെ മുകളിൽ പറഞ്ഞിട്ടുള്ള ബൗണ്ടറീസും ഏതാണ്? ബ്ലാക്ക് കളർ തന്നെയാണ്. ഇനി വാട്ടർ ബോഡീസ് നോക്കുകയാണെങ്കിൽ, ജലാശയങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം സ്ട്രീം, അരുവി. ഇതെല്ലാം തന്നെ എന്താണ്? എല്ലാം തന്നെ നീല കളറിലാണ്, ബ്ലൂ കളറാണ്. അത് നമുക്ക് പിന്നെ ആദ്യം അറിയാം. വെള്ളത്തെ പൊതുവെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നീല നിറാണെന്ന് നമുക്ക് അറിയാം. അപ്പൊ സ്ട്രീമാണ്, അരുവിയാണ് ഏറ്റവും ആദ്യം. റിവർ ആണ് രണ്ടാമത്തേത്. എന്താ വ്യത്യാസം? റിവർ കുറച്ചും കൂടി ബോൾഡ് ആണ്, സ്ട്രീം കുറച്ച് തിന്നാണ്, അത്ര ബോൾഡ് അല്ല. എന്നാൽ റിവർ കുറച്ചും കൂടി ബോൾഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് മെയിൻ വ്യത്യാസം. അതേപോലെ ടൈഡൽ റിവർ ആണ് ഇവിടെ കാണുന്നത്. അതായത് വേലിയേറ്റ സ്വാധീനമുള്ള നദികൾ, വേലിയേറ്റ സ്വാധീനമുള്ള നദികളാണ്, ടൈഡൽ റിവർ ആണ്. അതേപോലെ സ്പ്രിങ് ഒരു പ്ലസ് ചിഹ്നമാണ്, അതായത് നീരുറവകളാണ്. സ്പ്രിങ് നീരുറവകളാണ്, അതൊരു പ്ലസ് ചിഹ്നമാണ് കാണുന്നത്. അതേപോലെ വെൽ എന്ന് പറയുമ്പോൾ എന്താ? കിണറാണ്. ചെറിയൊരു സർക്കിൾ, വളരെ ചെറിയൊരു ഡോട്ട് അല്ലെങ്കിൽ ഒരു സർക്കിൾ എന്നൊക്കെ പറയാം, വളരെ ചെറിയൊരു സർക്കിൾ ആണ്. അതേപോലെ ട്യൂബ് വെൽ, കുഴൽ കിണറാണെങ്കിൽ ചെറിയൊരു ട്രയാങ്കിൾ ആണ് കൊടുത്തിട്ടുള്ളത്, ഒരു ത്രികോണം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് സിമ്പിൾസ് ആണ് വാട്ടർ ബോഡീസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാപ്പുകളിൽ വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റോഡ്, റെയിൽവേ, ബൗണ്ടറി, വാട്ടർ ബോഡീസ്. ഓക്കെ, അപ്പൊ ഇത് മാത്രമല്ല ഉള്ളത്, കുറച്ചും കൂടി നമുക്കുണ്ട്. ഇവിടെ കാണാം വെജിറ്റേഷൻ. വെജിറ്റേഷനിൽ ഗ്രാസ്, പാംസ്, കോണിഫറസ് ട്രീസ്, ബാംബു, ഡെൻസ് ഫോറസ്റ്റ്, റിസർവ് ഫോറസ്റ്റ് ഒക്കെ കാണാം. അത് ഓരോന്നും എന്താ? ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ നമുക്ക് ഇങ്ങനെ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പോകേണ്ട കാര്യമല്ല. അത് കുട്ടികൾക്ക് ജസ്റ്റ് നോക്കി പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എങ്കിലും അർത്ഥം അറിയാത്തതുണ്ടെങ്കിൽ ഒരു പക്ഷേ അങ്ങനെയുള്ള കുട്ടികളും ഉണ്ടാവാം. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും അർത്ഥം ഒന്ന് പറഞ്ഞു പോവാം. ഈ ഗ്രാസ് എന്ന് പറയുമ്പോൾ പുൽവർഗ്ഗങ്ങളൊക്കെയാണ് ഉദ്ദേശിച്ചത്. അതേപോലെ പാംസ് എന്ന് പറയുമ്പോൾ എന്താ? പനകളാണ്. അതേപോലെ ഈ മൂന്നാമത്തെ ചിത്രം എന്താ? മൂന്നാമത്തെ ചിത്രം ക്യൂണിഫെറസ് ട്രീസ്, കോണിഫെറസ് ട്രീസ്, അതായത് സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ, വനങ്ങൾ എന്നൊക്കെ പറയാം. അതായത് ദേവദാരു പോലെയുള്ള മരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് അഗ്രം, ക്രിസ്മസ് ട്രീ പോലെ അഗ്രം കൂർത്ത്
കൂർത്തിട്ടുള്ള സൂചി പോലെ അഗ്രഭാഗം അതിന്റെ മുകൾ ഭാഗം കൂർത്ത ഷേപ്പിൽ വരുന്ന മരങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്, കോണിഫറസ് ട്രീസ് എന്ന് പറയുന്നത്, സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ അല്ലെങ്കിൽ വനങ്ങൾ. അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനത്തെ സിമ്പിൾസ് കാണിക്കുക. അതേപോലെ ബാംബു എല്ലാവർക്കും അറിയാം, മുളകളാണ്, മുളങ്കാടുകളാണ്. അതേപോലെ ഡെൻസ് ഫോറസ്റ്റ് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും, കാരണം ആ പേര് തന്നെയുണ്ട്, ആ സിമ്പലിൽ തന്നെ എന്ത് കൊടുത്തിട്ടുണ്ട്, ഡെൻസ് ഫോറസ്റ്റ്, ഇടതൂർന്ന കാട്, തിക്ക് ഫോറസ്റ്റ് എന്നൊക്കെ പറയാം. അതേപോലെ റിസർവ് ഫോറസ്റ്റ്, റിസർവ് വനങ്ങളാണ് ഇവിടെ ഇതേപോലെ ഒരു ഡോട്ട് ലൈൻസിൽ ഇങ്ങനെയുള്ള ഒരു പിന്നെ മാർക്കിംഗ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വെജിറ്റേഷൻ നമ്മൾ നോക്കി. ഇനി സെറ്റിൽമെന്റ്സ് ആണ്, പാർപ്പിടങ്ങൾ അല്ലെങ്കിൽ വാസസ്ഥലങ്ങൾ, താമസ സ്ഥലങ്ങൾ എന്നൊക്കെ പറയാം. 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്, നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ചില സിംബൽസ് ആണ് ഇവിടെയുള്ളത്. അപ്പോൾ പാർപ്പിടങ്ങൾ, ഈ ഒരു റെഡ് ബോക്സ് എന്തിനെ കാണിക്കുന്നു, അത് പെർമനന്റ് ഹൗസ് ആണ്, സ്ഥിരമായ വീട്. ഈ ഒരു വൈറ്റ് ബോക്സ് ആണെങ്കിൽ, അതായത് ഇതിന്റെ ഔട്ട്ലൈൻ റെഡ് കളറാണ്, സെൻട്രൽ ഭാഗം ഒരു ബ്ലാങ്ക് ഏരിയ അല്ലെ, അല്ലെങ്കിൽ വൈറ്റ് എന്ന് പറയാം. ടെമ്പററി ഹൗസ്, താൽക്കാലിക വീടാണ്. അതേപോലെ മൂന്നാമത്തെ ഈ ഒരു ചിത്രം എന്താ, അത് ക്ലസ്റ്റേർഡ് സെറ്റിൽമെന്റ് ആണ്, അതായത് കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ, ധാരാളം വീടുകൾ അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന സംഭവം. അതേപോലെ അടുത്തത് ഡിസ്പേഴ്സ്ഡ് സെറ്റിൽമെന്റ് ആണ്, അതായത് മലയാളം പറയുകയാണെങ്കിൽ വിസരിത വാസസ്ഥലങ്ങൾ എന്ന് പറയും. അതായത് വളരെ ക്ലസ്റ്റേർഡ് സെറ്റിൽമെന്റ് പോലെ വളരെ വളരെ അടുത്തടുത്തായിട്ട് വീടുകളില്ല, അങ്ങിങ്ങായി പിന്നെ കുറച്ച് വിട്ടുവിട്ടായിട്ട് ഉള്ള വീടുകളാണ് ഡിസ്പേഴ്സ്ഡ് സെറ്റിൽമെന്റ്. അതേപോലെ ഏറ്റവും അവസാനത്തത് ലീനിയർ സെറ്റിൽമെന്റ് ആണ്. ലീനിയർ സെറ്റിൽമെന്റ് എന്ന് പറയുമ്പോൾ പിന്നെ രൂപത്തിലുള്ള രേഖാകൃതിയിലുള്ള വാസസ്ഥലങ്ങൾ, ഏതെങ്കിലുമൊക്കെ പുഴയുടെ തീരത്ത് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ റോഡിന്റെ തീരത്ത്, അങ്ങനെയുള്ള ലീനിയർ ഫീച്ചേഴ്സിന്റെ 2 വശങ്ങളിലായിട്ടോ അല്ലെങ്കിൽ ഒരു വശങ്ങളിലായിട്ടോ അടുത്തടുത്തായിട്ട് വീട്. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും, ഈ ഒരു അവസാനത്തെ ചിത്രത്തിൽ എന്താ നമ്മൾ കാണുന്നത്, സെൻട്രൽ ഭാഗത്ത് ഒരു റോഡ് കാണാം. ആ റോഡിന്റെ ഈ 2 വശങ്ങളിലും ഒരു ലൈൻ വരച്ചതുപോലെ ഇങ്ങനെ ആ റോഡ് എവിടം വരെയുണ്ടോ അവിടെയൊക്കെ എന്തുണ്ടാവും, വീടുകൾ ഉണ്ടാവും. സോ അങ്ങനെയുള്ള സെറ്റിൽമെന്റ്സ് ആണ് ലീനിയർ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്, പിന്നെ രേഖാകൃതിയിലുള്ള വാസസ്ഥലങ്ങൾ എന്ന് മലയാളത്തിൽ പറയാം. അപ്പൊ സെറ്റിൽമെന്റ്സ് നമ്മൾ നോക്കി, സെറ്റിൽമെന്റ്സ് മൊത്തം ഏത് കളറിലാണ്, അത് മൊത്തം റെഡ് കളറാണ് എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഇനി മോണ്യൂമെന്റ്സ് ആൻഡ് ബിൽഡിങ്സ്, സ്മാരകങ്ങളും മറ്റ് കെട്ടിടങ്ങളും ഒക്കെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. എക്സാമിന് പലപ്പോഴും കണ്ടിട്ടുള്ള പിന്നെ ചോദ്യം കൂടിയാണ്, അതായത് കണ്ടിട്ടുള്ള ഒരു പിന്നെ സിംബൽസും കൂടിയാണ്. ഈ ഭാഗത്തു നിന്നുള്ള ചില സിംബൽസ് എക്സാമിന് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തേത് ഫോർട്ടാണ്, അഥവാ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കോട്ട എന്ന് പറയാം. രണ്ടാമത്തേത് ടെമ്പിൾ ആണ്, അതായത് അമ്പലം. ശ്രദ്ധിക്കണം, അത് ടെമ്പിൾ ആണ്. അതേപോലെ ഇവിടെ ഒരു മോസ്ക് കാണാം. മോസ്കും അതേപോലെ ടെമ്പിളും തമ്മിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ, വലിയ വ്യത്യാസങ്ങളില്ല, ചെറിയ ഡിഫറൻസേ ഉള്ളൂ, ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഈ ടെമ്പിളും ഈ ടോംബും തമ്മിൽ, എന്താ ടോംബ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ശവകുടീരം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഈ ടെമ്പിൾ അതേപോലെ ടോംബ്, ഇത് രണ്ടും തമ്മിൽ എന്തുണ്ട്, ചെറിയ സാമ്യമുണ്ട് അല്ലെ, ഒരു സിമിലാരിറ്റി ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു വലുപ്പത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനത്തെ സയൻസ് ആൻഡ് സിംബൽസ് ചിലപ്പം പ്രിന്റ് ചെയ്ത് വന്നോളണമെന്നില്ല. അപ്പൊ ചെറുതായി കാണുമ്പോൾ ഒരു പക്ഷെ നമുക്ക് ടോംബും ടെമ്പിളും അതേപോലെ മോസ്കും ഒക്കെ ഒരേപോലെ തോന്നും. അപ്പൊ അതുകൊണ്ട് അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ വളരെ സൂക്ഷിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഒന്നുകൂടി നമുക്ക് ആദ്യം മുതലേ നോക്കാം. ഫോർട്ട് ഒരിക്കലും മാറിപ്പോകൂല, കോട്ട. അതേപോലെ രണ്ടാമത്തേത് ടെമ്പിൾ ആണ്, അതായത് അമ്പലം എന്ന് പറയാം അല്ലെ. മൂന്നാമത്തേത് ചർച്ചാണ്, അതൊരിക്കലും മാറാൻ സാധ്യതയില്ല, കാരണം ഒരു കുരിശ് നമുക്ക് അവിടെ കാണാൻ പറ്റും, ക്രിസ്ത്യൻ പള്ളിയാണ്. ദെൻ മോസ്ക് എന്ന് പറയുമ്പോൾ മുസ്ലിം പള്ളിയാണ്. അതിനെന്ത് കാണാം നമുക്ക്, ഇതിന് പിന്നെ 2 വശങ്ങളിലും മുകൾ ഭാഗത്ത് മിനാരങ്ങൾ കാണാൻ പറ്റും. അതാണ് മുസ്ലിം പള്ളി പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള അടയാളം. അതിന്റെ സെൻട്രൽ ഭാഗത്ത് മുകളിൽ കാണുന്ന ആ ഒരു മകുടം എവിടെയുണ്ട്, ടെമ്പിളിനും ഉണ്ട്, ടോംബിനും ഉണ്ട്. ഓക്കെ, താജ്മഹലിലൊക്കെ മുകളിലുള്ളത് പോലെയുള്ള ഒരു മകുടം. അപ്പൊ അത് നോക്കി വെക്കണ്ട. അപ്പോൾ ടെമ്പിൾ ആവുമ്പോൾ ഈ രൂപത്തിലും, അതേപോലെ മോസ്ക് ആവുമ്പോൾ ടെമ്പിളിന്റെ കൂടെ 2 എന്നും കൂടി വെക്കുകയാണ്, 2 മിനാരം കൂടി വെച്ചാൽ അതെന്തായി, മുസ്ലിം പള്ളിയായി, മോസ്ക് ആയി. അതേ സമയത്ത് ടോംബ് ആണെങ്കിലോ, ടോംബ് ആവുമ്പോൾ ഈ രൂപത്തിൽ അവിടെ ഒരു ഡോറൊന്നും നമുക്ക് കാണാൻ പറ്റൂല. മോസ്കിനും അതേപോലെ തന്നെ ടെമ്പിളിനും ചെറിയൊരു ഡോറ് കാണാം. ഇവിടെ എന്തില്ല, അങ്ങനത്തെ ഒരു എൻട്രി, ഒരു ഡോറൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇത് മാറിപ്പോവാതിരിക്കുക, ടെമ്പിൾ, മോസ്ക്, ടോംബ്, ഇതൊരിക്കലും പരസ്പരം മാറിപ്പോകരുത്, ഒരു മാർക്ക് വെറുതെ നഷ്ടപ്പെടുത്തരുത്. ഏറ്റവും അവസാനത്തേത് ഗ്രേവ് ആണ്, അതായത് ശവപ്പറമ്പ്. ഓക്കെ, ശവപ്പറമ്പ്.
അപ്പോൾ ഈ ശവപ്പറമ്പ് ബ്ലാക്കിലാണ് കൊടുത്തത്, ബാക്കി എല്ലാം തന്നെ റെഡിലാണ് എന്നുകൂടി ഇവിടെ മനസ്സിലാക്കി വെക്കാം. ഇനി അപ്പുറത്തേക്ക് പോകുമ്പോൾ ലൈറ്റ് ഹൗസ് കാണാം. ലൈറ്റ് ഹൗസ് പിന്നെ ആ ചിത്രം കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവേണ്ടതാണ്, റെഡ് കളറിലാണ്. അതേപോലെ ഹെൽത്ത് സെന്റർ ആണ് അടുത്ത് കൊടുത്തിട്ടുള്ളത്. ഡിസ്പെൻസറി എന്ന് തന്നെ എവിടെ ഉണ്ടാവും, റെഡ് ഒരു ചെറിയ സർക്കിളും അതേപോലെ ഡിസ്പെൻസറി എന്നും മാപ്പ് തന്നെ അതേപോലെ കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ എയർപോർട്ട് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ PO, TO, PTO അതും ഒറ്റ വായനയിൽ തന്നെ നമ്മുടെ പിന്നെ മനസ്സിൽ നമ്മുടെ മൈൻഡിൽ തങ്ങി നിൽക്കേണ്ടതാണ്. PO എന്ന് പറയുമ്പോൾ എന്താ, അത് പോസ്റ്റ് ഓഫീസ് ആണ്. TO എന്ന് പറയുമ്പോൾ ടെലഗ്രാഫ് ഓഫീസ് ആണ്. അതേപോലെ PTO പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് ഓഫീസ് രണ്ടും കൂടി ഉള്ളതാണ്. PS പോലീസ് സ്റ്റേഷൻ ആണ്. IB ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. ഓക്കെ. RH എന്താ, റെസ്റ്റ് ഹൗസ് ആണ്. അപ്പോൾ അതൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ഒന്നോ രണ്ടോ വായനയിൽ തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. ഇനി ഏറ്റവും അവസാനത്തെ ഇത് എലവേഷനെ കാണിക്കുന്നതാ. എന്താ എലവേഷൻ എന്ന് പറയുമ്പോൾ, ഒരു പ്രദേശത്തിന്റെ ഹൈറ്റ്, ഉയരം കാണിക്കാൻ വേണ്ടി നമ്മൾ മാപ്പിൽ നോക്കിയാൽ ഒരു പ്രദേശത്തിന്റെ ഹൈറ്റ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇല്ലല്ലോ. അപ്പോൾ ഒരു പ്രദേശത്തിന്റെ ഹൈറ്റ് കാണിക്കാൻ വേണ്ടി മാപ്പിൽ കൊടുക്കുന്ന സിംബൽസ് ആണ് ഈ കാണുന്നതെല്ലാം. അതിൽ നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പഠിക്കാനുള്ള, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒന്ന് ആദ്യത്തെ ചിത്രമാണ്, അതായത് കോണ്ടൂർ ലൈൻസ്, കോണ്ടൂർ രേഖകൾ എന്ന് പറയും. അതിനെപ്പറ്റി നമുക്ക് പഠിക്കാനുണ്ട്, അവിടെ നോക്കാം. അതേപോലെ മറ്റൊരു അടയാളമാണ്, ഹൈറ്റിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു അടയാളമാണ് ഫോം ലൈൻസ്. ഓക്കെ, ഫോം ലൈൻസ്. അതേപോലെ 240 ഒരു ഡോട്ട് ഇട്ട് 240, അതേപോലെ ഒരു ട്രയാങ്കിൾ അതിനുള്ളിൽ ഒരു ഡോട്ട് ഇട്ടിട്ട് 200, അതേപോലെ ഒരു ഡോട്ട് BM 215 എന്നൊക്കെ കാണാം. ഇത് ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നത്, അതായത് ഈ ഫോം ലൈൻ കഴിഞ്ഞിട്ട് അടുത്തത് സ്പോട്ട് ഹൈറ്റ് എന്ന് പറയുന്ന സംഭവമാണ്. സ്പോട്ട് ഹൈറ്റ്, അതായത് നമുക്ക് നോക്കാം അപ്പുറത്തെ പേജിൽ ഇത് എന്താണെന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറയുന്നുണ്ട്, അവിടെ നമുക്ക് നോക്കാം. അതേപോലെ ഈ ട്രയാങ്കിൾ ചിഹ്നം കാണുന്നത് എന്താ, അത് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്. എന്താണ് സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്താണ്, അതേപോലെ ഫോം ലൈൻ എന്താണ്, ബെഞ്ച് മാർക്ക് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ബെഞ്ച് മാർക്കാണ് BM എന്നുള്ളത്, ബെഞ്ച് മാർക്കാണ്. അപ്പൊ ഇതൊക്കെയാണ് എലവേഷനെ കാണിക്കാൻ, ഉയരത്തെ കാണിക്കാൻ വേണ്ടി, ഹൈറ്റിനെ കാണിക്കാൻ വേണ്ടി ടോപ്പോഗ്രാഫിക് മാപ്സിൽ ഉപയോഗിക്കുന്ന സിംബൽസ്. ഓക്കെ, ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, റെപ്രസെന്റിങ് എലവേഷൻ, അതായത് ഉയരം ചിത്രീകരിക്കുക, ഉയരത്തെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അടയാളങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. കോണ്ടൂർ ലൈൻസ് നമ്മൾ പറഞ്ഞു, ഫോം ലൈൻസ് പറഞ്ഞു, അതൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് ഓരോന്നും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അത് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിയ ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം. കാരണം ഇപ്പൊ അവസാനം നമ്മളതാണല്ലോ പറഞ്ഞു വെച്ചത്. അപ്പോൾ കോണ്ടൂർ ലൈന്, ഫോം ലൈന്, സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്, ബെഞ്ച് മാർക്ക് അല്ലേ. ഓക്കെ, ശ്രദ്ധിക്കുക. ഞാനൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഏറ്റവും ആദ്യം നമ്മൾ കോണ്ടൂർ ലൈനാണ്, കോണ്ടൂർ ലൈൻ. ഓക്കെ, കോണ്ടൂർ രേഖകൾ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? കോണ്ടൂർ ലൈൻസ് ആർ ഇമാജിനറി ലൈൻസ് ജോയിനിങ് പ്ലേസസ് ഹാവിംഗ് ദി സെയിം എലവേഷൻ അബവ് ദി സീ ലെവൽ. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന വരകളാണ് ഇത് കോണ്ടൂർ ലൈൻസ്. ഓക്കെ, നമ്മളൊരു പ്രദേശത്തിന്റെ മാപ്പ് വരയ്ക്കുമ്പോൾ ആ മാപ്പ് മുഴുവനായിട്ട് എല്ലാ പ്രദേശവും ഒരേ ഹൈറ്റ് അല്ലല്ലോ ഉണ്ടാവും. ചില പ്രദേശങ്ങളിൽ ഹൈറ്റ് കൂടിയതായിരിക്കും, ചിലത് കുറഞ്ഞതായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു മാപ്പിൽ ഒരേ ഹൈറ്റ് ഉള്ള പ്രദേശങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന വരകളാണ് ഇത് കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത്. കോണ്ടൂർ രേഖകൾ, ജോയിനിങ് പ്ലേസസ് ഹാവിംഗ് ദി സെയിം എലവേഷൻ. ഓക്കെ, അതിനെപ്പറ്റി നമുക്ക് കുറച്ചുകൂടി പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിൽ തന്നെ. അതുകൊണ്ട് തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ, ബാക്കി പിന്നീട് പറയാം. പിന്നീട് അടുത്തത് ഫോം ലൈൻ ആണ്. ഈ ഫോം ലൈൻ നമുക്ക് ഇവിടെ പഠിക്കാനില്ല, അതേപോലെ അടുത്ത ഒന്നും നമുക്ക് എന്ത് ചെയ്യാനില്ല, പഠിക്കാനില്ല. ഇതൊക്കെ എക്സ്ട്രാ റീഡിംഗ് ആണ്. ഇതെന്താണെന്ന് നമ്മൾ കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം എക്സാമിന് സംബന്ധിച്ച് ഇവിടെ ഇല്ല. പക്ഷെ എങ്കിലും അതെന്താണ് എന്ന് പൊതുവായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ തൽക്കാലം പറയുകയാണ്. എന്താണ് ഫോം ലൈൻ? When it is difficult to measure the elevation of places through land surveys due to rugged terrain or difficult terrain, the elevation is represented with the help of broken lines. These are form lines. അതായത് ചില പ്രദേശങ്ങൾ നമുക്ക് പിന്നെ സർവേ നടത്തി കൃത്യമായിട്ട് അളക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ സർവേ നടത്താൻ പറ്റാത്ത, വളരെ ബുദ്ധിമുട്ടുള്ള, ഒരുപാട് പ്രയാസങ്ങൾ പിന്നെ നേരിടേണ്ടി വരുന്ന പ്രദേശങ്ങൾ ഉണ്ടാവും.
ഓക്കെ, ആ പ്രദേശത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം കൊടുങ്കാടുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അപകടം നിറഞ്ഞ പ്രദേശങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവിടെ നമുക്ക് നേരിട്ട് സർവേ നടത്താനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ദുർഘടമായ പ്രദേശങ്ങളുടെയൊക്കെ ഹൈറ്റ് പിന്നെ നമ്മൾ ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? ഫോം ലൈൻ. അതായത് ഒരു തുടർച്ചയില്ലാത്ത രേഖകളാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതാ ഇവിടെ നമ്മൾ നോക്കുക, ചെറിയ ചെറിയ ഡോട്ട് ഇട്ടുകൊണ്ടുള്ള ലൈൻസ്, തുടർച്ചയില്ലാത്ത ചെറിയ ചെറിയ രേഖകളാണ്. സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഡിഫിക്കൽട്ട് ടെറൈൻസിന്റെ, അതായത് നമുക്ക് നേരിട്ട് സർവേ നടത്തി ഹൈറ്റ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളുടെ ഹൈറ്റ് കാണിക്കാൻ വേണ്ടിയാണ് കാണിക്കാൻ വേണ്ടി മാപ്പിൽ കൊടുക്കുന്നതാണ് എന്ത്? ഫോം ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്പോട്ട് ഹൈറ്റ് ആണെങ്കിലോ? സ്പോട്ട് ഹൈറ്റ് ആണെങ്കിൽ നമുക്ക് നോക്കാം. സ്പോട്ട് ഹൈറ്റ് റെപ്രസെന്റ്സ് ദി ആക്ച്വൽ ഹൈറ്റ് ഓഫ് എ പ്ലേസ് ബൈ റെക്കോർഡിംഗ് ദി ഹൈറ്റ് ഇൻ ഡിജിറ്റ്സ് ബിസൈഡ് എ ബ്ലാക്ക് ഡോട്ട്. Sometimes the height alone is recorded without the black dot. അതായത് സ്പോട്ട് ഹൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഭൂപടത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനത്തിന്റെ മാത്രം ഉയരം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഇത് സ്പോട്ട് ഹൈറ്റ്. പേര് തന്നെയുണ്ട്, ഏതെങ്കിലും ഒരു പ്രത്യേക സ്പോട്ടിന്റെ മാത്രം ഹൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പോട്ട് ഹൈറ്റ് എന്ന് പറയുന്ന സങ്കേതം ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അതായത് നമ്മൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടല്ലോ, അതായത് ഒരു ഡോട്ട് കൊടുക്കുന്നു, എന്നിട്ട് എത്രയാണ് ആ പ്രദേശത്ത്, ആ ഡോട്ട് മാപ്പിൽ കൊടുത്തിട്ടുള്ള സ്ഥലത്തിന്റെ ഹൈറ്റ് എത്രയാണോ അത് ഇവിടെ കൊടുക്കുന്നു. 240 എന്ന് കൊടുക്കുന്നു. ഓക്കെ, 240 മീറ്റർ ആയിരിക്കാം അതിന്റെ ഹൈറ്റ്. അപ്പോൾ ഒരു ഡോട്ട് ഇട്ടിട്ട് അതിന്റെ സ്ഥലത്ത് തന്നെ എന്ത് കൊടുക്കുന്നു? 240 എന്ന് കൊടുക്കുന്നു. ചില സമയത്ത് ആ ഡോട്ട് ഇല്ലാതെയും ജസ്റ്റ് 240 എന്ന് മാത്രവും ഇങ്ങനെയുള്ള ടോപ്പോഗ്രാഫിക് മാപ്സിൽ കൊടുക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് സ്പോട്ട് ഹൈറ്റ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മാപ്പിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്പോട്ടിന്റെ മാത്രം ഹൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്പോട്ട് ഹൈറ്റ് ഉപയോഗിക്കുന്നത്. ഇനി ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് ആണ്. ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഹൈറ്റ് ഓഫ് പ്ലേസസ് എസ്റ്റിമേറ്റഡ് ത്രൂ ട്രിഗോണോമെട്രിക് സർവേസ് ആർ റെക്കോർഡഡ് ഇൻ മാപ്സ് യൂസിങ് ദിസ് സിംബൽ ഒരു ഡെൽറ്റ എന്ന് പറയാമല്ലോ. ഡെൽറ്റ സിംബൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ഒരു ട്രയാങ്കിൾ സിംബൽ എന്നും പറയാം. ഓക്കെ, അതായത് ഈ ട്രിഗോണോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തുന്ന ഹൈറ്റ്, ഒരു സ്ഥലത്തിന്റെ ഹൈറ്റ് നമ്മൾ ട്രിഗോണമിക്കൽ സർവേയിലൂടെ കണ്ടെത്തി അത് നമ്മൾ അടയാളപ്പെടുത്തുന്നത്, മാപ്പിൽ നമ്മൾ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ് ഇത് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്. ഓക്കെ, അത് നമ്മൾ ഏത് രൂപത്തിലാണ് കൊടുക്കുക? ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് ഒരു ട്രയാങ്കിൾ കൊടുത്തിട്ട്, ചെറിയൊരു ത്രികോണം കൊടുത്തിട്ട് അതിന്റെ അടുത്തായിരിക്കും എന്ത് ചെയ്യുക? ആ ഹൈറ്റ് രേഖപ്പെടുത്തുക. അപ്പൊ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കൊടുത്ത് അതിന്റെ അടുത്ത് ഇങ്ങനെ 200 എന്നോ 300 എന്നോ കണ്ടതിന്റെ അർത്ഥം ആ പ്രദേശത്തിന്റെ ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് ആണ് ആ കാണുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഏറ്റവും അവസാനത്തത് ബെഞ്ച് മാർക്കാണ്. ബെഞ്ച് മാർക്ക് എന്താണ്? ബെഞ്ച് മാർക്ക് ദി ഹൈറ്റ് ഓഫ് റിസർവോയേഴ്സ് and prominent buildings are recorded along with letters BM. അതായത് റിസർവോയേഴ്സ്, എന്താ റിസർവോയർ? വലിയ ജലസംഭരണികളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ജലസംഭരണികൾ അല്ലെങ്കിൽ പ്രധാന കെട്ടിടങ്ങൾ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഈ മാപ്പിൽ അടയാളപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ള സംഗതികളുടെയൊക്കെ ഹൈറ്റ് മാപ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ബെഞ്ച് മാർക്ക് കൊടുക്കുന്നത്. അപ്പൊ ഈ ബെഞ്ച് മാർക്ക് ഹൈറ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കുക? ഇവിടെ കാണുന്നത് പോലെ ഡോട്ട് ഇട്ടിട്ട് BM 215 ബെഞ്ച് മാർക്ക് ഹൈറ്റ് ആണ് കാണിക്കുന്നത് അല്ലെ? BM ബെഞ്ച് മാർക്ക് എന്നാണ്. 215 മീൻസ് 215 എന്ന് പറഞ്ഞാൽ എന്താ? അത്ര മീറ്റർ ഹൈറ്റ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ആ രൂപത്തിൽ എലവേഷനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓരോരോ സങ്കേതങ്ങളാണ് കോണ്ടൂർ ലൈൻസ്, ഫോം ലൈൻസ്, സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് ആൻഡ് ബെഞ്ച് മാർക്ക്. ഓക്കെ, അപ്പോ കൺവെൻഷണൽ സൈൻസ് ആൻഡ് സിംബൽസ് ഓർ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് സൈൻസ് ആൻഡ് സിംബൽസ് കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെ എന്തുണ്ട്? നമ്മൾ അറിയാനുണ്ട്. ഇവിടെ ഒരു ബോക്സ് കൂടി നമുക്ക് കാണാം. ഈ നീല ബോക്സ് കാണുമ്പോഴേക്ക് എക്സ്ട്രാ റീഡിംഗ് ആണെന്ന് വിചാരിക്കേണ്ട. ഇത് നമുക്ക് നിർബന്ധമായിട്ടും പഠിക്കാനുള്ള ഒരു ബോക്സ് ആണ്. നമ്മളിപ്പോൾ താഴെ നോക്കിയത് എന്താണ്? ഹൈറ്റുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ എക്സ്ട്രാ റീഡിംഗ് ആണ്. നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിക്കേണ്ട, പക്ഷേ ആ പേരുകൾ പഠിക്കണം. ഓക്കെ, ഇവിടെ ഉണ്ടല്ലോ ഓരോന്നിന്റെയും പേരുകൾ. ഈ പേരുകൾ മാത്രം പഠിക്കണം, ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ പഠിക്കേണ്ട. അപ്പോൾ ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. ചില ഫീച്ചേഴ്സും ഏത് കളർ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഫീച്ചേഴ്സിനെ നമ്മൾ മാപ്പിൽ മാർക്ക് ചെയ്യുക എന്നുമുള്ള ഒരു ബോക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ കളേഴ്സ് നമ്മളോട് ഫിൽ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. അപ്പൊ ഏറ്റവും ആദ്യം
ഫീച്ചേഴ്സ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ ഫീച്ചേഴ്സ് നമുക്ക് ആദ്യം വായിക്കുകയാണെങ്കിൽ, ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്, അക്ഷാംശ രേഖാംശ രേഖകൾ, നോൺ പെരനിയൽ വാട്ടർ ബോഡീസ്, അതായത് വരണ്ട ജലാശയങ്ങൾ, ഓക്കെ, വരണ്ട വെള്ളമില്ലാത്ത വരണ്ട ജലാശയങ്ങൾ, റെയിൽവേ ലൈൻസ്, അതേപോലെ ടെലിഫോൺ ആൻഡ് ടെലഗ്രാഫ് ലൈൻസ്, റെയിൽപാത, അതേപോലെ ടെലിഫോൺ ടെലഗ്രാഫ് ലൈനുകളൊക്കെ, അതേപോലെ ബൗണ്ടറി ലൈൻസ്, അതിർത്തി രേഖകൾ. ഇതൊക്കെ ഏത് കളറിലാണ് നമ്മൾ മാപ്പിൽ അടയാളപ്പെടുത്തുക എന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് റോഡുകളും പിന്നെ കാര്യങ്ങളൊക്കെ, റോഡുകളല്ല, റെയിൽവേ ലൈനും ഒക്കെ നമ്മൾ ഏത് കളറിലാണ് മാർക്ക് ചെയ്തതെന്നുള്ള ഇവിടെ നോക്കിയിട്ടുണ്ട്. റെയിൽവേന്റെ മാത്രം നോക്കിയാൽ മതി, ഇതാ ബ്ലാക്ക് കളറിലാണ്. അപ്പോൾ റെയിൽവേ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഇത് മൊത്തം ഒരു ബോക്സിലാണല്ലോ ഇവിടെ കൊടുത്തത്, അപ്പോൾ ബാക്കിയെല്ലാം ബ്ലാക്ക് ആയിരിക്കും നമുക്ക് കണ്ണും പൂട്ടി ഉറപ്പിക്കാം. അതേപോലെ ബൗണ്ടറി ലൈൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മുകളിൽ പറഞ്ഞിട്ടുണ്ട്. ബൗണ്ടറി ലൈൻസും ഇതാ ഇവിടെ കാണുന്നത് പോലെ എന്താ, അത് ബ്ലാക്ക് കളറിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, അല്ലെ. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ, ഒന്നിന്റെ ആൻസർ കിട്ടി. ഈ പറയുന്ന ഫീച്ചേഴ്സ് എല്ലാം തന്നെ മാപ്പിൽ അടയാളപ്പെടുത്തുന്നത് ഏത് കളറിലാണ്? ബ്ലാക്ക് കളറിലാണ്, കറുപ്പ് നിറത്തിലാണ്. ഇനി ഓഷ്യൻസ്, റിവേഴ്സ്, വെൽസ്, ട്യൂബ് വെൽസ്, സമുദ്രങ്ങൾ, മറ്റു നദികളും കിണറുകളും കുഴൽ കിണറുകളും എല്ലാം. അതേപോലെ പെരണിയൽ വാട്ടർ ബോഡീസ്, അതായത് എപ്പോഴും ജലസാന്നിധ്യമുള്ള ജലാശയങ്ങൾ, വെള്ളമുള്ള ജലാശയങ്ങൾ, പെരണിയൽ വാട്ടർ ബോഡീസ്. ഇതൊക്കെയോ, അതൊക്കെ ബ്ലൂ ആണ്, അല്ലെ, നീല നിറത്തിലാണ്. നമുക്കറിയുന്ന കാര്യമാണ്, എപ്പോഴും ഇങ്ങനെയുള്ള നദികളൊക്കെ ഏതാ, വെള്ളമുള്ള ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നീല നിറത്തിലാണ് അടയാളപ്പെടുത്തുക. അപ്പൊ അത് നമുക്ക് കിട്ടി, ബ്ലൂ കളറിലാണ്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഫോറസ്റ്റ്, അതായത് വനങ്ങൾ, കാടുകൾ, അതേപോലെ ഗ്രാസ് ലാൻഡ്, പുൽമേടുകൾ, ട്രീസ് ആൻഡ് ഷ്രബ്സ്, അതായത് മരങ്ങളും ചെടികൾ, കുറ്റിക്കാടുകളൊക്കെ, അതേപോലെ തന്നെ ഓർക്കേഡ്സ്, അതായത് ഫലവൃക്ഷത്തോട്ടങ്ങൾ, ഓക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏത് നിറത്തിലാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും പച്ച നിറത്തിലാണ്, ഗ്രീൻ കളറിലാണ്. ഇനി കൾട്ടിവബിൾ ലാൻഡ് ആണെങ്കിലോ, അതായത് നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന സ്ഥലങ്ങളാണ്, കൃഷിസ്ഥലങ്ങളാണ്, ഓക്കെ. പൊതുവെ നമ്മൾ ഈ ഒരു കാര്യം പഠിച്ചിട്ടില്ലെങ്കിൽ അവിടെയും കൊണ്ടുപോയിട്ട് നമ്മൾ പച്ച എന്ന് എഴുതും, ഗ്രീൻ എന്ന് എഴുതും. പക്ഷെ എന്താ ആൻസർ വരുന്നത്? കൾട്ടിവബിൾ ലാൻഡ് ആണെങ്കിൽ 8ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്, യെല്ലോ ആണ് വരിക, മഞ്ഞ നിറത്തിലാണ് കൃഷിഭൂമി അടയാളപ്പെടുത്തുക. അതേപോലെ ബാരൻ ലാൻഡ് ആണ് അടുത്ത് പറയുന്നത്, അല്ലെ. എന്താ ബാരൻ ലാൻഡ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ? ബാരൻ ലാൻഡ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ തരിശുഭൂമി എന്നാണ്, ഓക്കെ. ബാരൻ ലാൻഡ് തരിശുഭൂമിയാണ്. തരിശുഭൂമി അല്ലെങ്കിൽ ബാരൻ ലാൻഡ് ഏത് നിറത്തിലാ? ഇവിടെ കാണാം, അത് പിന്നെ റെഡ് അല്ല, ബാരൻ ലാൻഡ് വരുന്നത് വൈറ്റ് നിറത്തിലാണ് കേട്ടോ, വൈറ്റ് കളറിലാണ്, വെള്ള നിറത്തിലാണ് ബാരൻ ലാൻഡ് അഥവാ തരിശുഭൂമി അടയാളപ്പെടുത്തുക. പിന്നെ അടുത്തത് സെറ്റിൽമെന്റ്, റോഡ്സ്, പാത്സ്, റോഡുകൾ, കെട്ടിടങ്ങൾ, റോഡുകളും വീടുകളും അതേപോലെ വഴികളും ഒക്കെ. ഇതൊക്കെ നമ്മൾ ഏത് നിറത്തിലാണ്? അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, റെഡ് കളറിലാണ്, ചുവപ്പ് നിറത്തിലാണ്. അതേപോലെ ഗ്രിഡ് ലൈൻസ്, അതേപോലെ ഈസ്റ്റിങ്സ്, നോർത്തിങ്സ്, ദയർ നമ്പേഴ്സ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ. ഗ്രിഡ് ലൈൻസ്, ഈസ്റ്റിങ്സ്, നോർത്തിങ്സ്, ഇത് എന്താന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കും. അപ്പൊ അവിടെ നമുക്ക് ക്ലിയർ ആക്കാം, ഓക്കെ. ഗ്രിഡ് ലൈൻസ്, അതേപോലെ ഈസ്റ്റിങ്സ്. ഗ്രിഡ് ലൈൻ എന്ന് പറയുമ്പോൾ ഈസ്റ്റിങ്സും നോർത്തിങ്സും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈസ്റ്റിങ്സ്, നോർത്തിങ്സ്, അതേപോലെ അതിന്റെ നമ്പേഴ്സ് ഒക്കെ ഏത് കളറിലാണ് നമ്മൾ കൊടുക്കുക? അതൊക്കെ നമ്മൾ കൊടുക്കുന്നത് റെഡ് കളറിൽ തന്നെയാണ്, ചുവപ്പ് നിറത്തിലാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കോണ്ടൂർ ലൈൻസും അതേപോലെ കോണ്ടൂർ ലൈൻസിന്റെ വാല്യൂസും, അതിന്റെ മൂല്യം, ഓക്കെ. കോണ്ടൂർ രേഖകളും അവയുടെ നമ്പറുകളും ഒക്കെ നമ്മൾ ഏത് നിറത്തിലാണ് കൊടുക്കുക? അത് ബ്രൗൺ കളറിലാണ്, അഥവാ തവിട്ട് നിറത്തിലാണ്. ഏറ്റവും അവസാനമായിട്ട് സാൻഡ് ഡ്യൂൺസ് ആൻഡ് സാൻഡ് ഹിൽസ്, മണൽക്കൂനകളും മണൽ കുന്നുകളും ഒക്കെ. മണൽക്കൂനകൾ, സാൻഡ് ഡ്യൂൺസ് 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്, അതിന്റെ ഫോർമേഷനെ പറ്റിയൊക്കെ. അപ്പൊ സാൻഡ് ഡ്യൂൺസ് ആൻഡ് സാൻഡ് ഹിൽസ് ഏത് നിറത്തിലാണ് നമ്മൾ കൊടുക്കുക? അതും ബ്രൗൺ നിറത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ തവിട്ട് നിറത്തിൽ തന്നെയാണ്. അപ്പോൾ ഒന്നുകൂടി വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് ഒന്നുകൂടി അവസാനമായിട്ട് പറയുന്നു, ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും റെയിൽവേ ലൈൻസും ബൗണ്ടറി ലൈൻസും നോൺ പെരണിയൽ വാട്ടർ ബോഡീസും എല്ലാം നമ്മൾ കൊടുക്കുന്നത് ബ്ലാക്ക് കളറിലാണ്. അതുപോലെ ഓഷ്യൻ, റിവേഴ്സ്, വെൽസ്, ട്യൂബ് വെൽസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് ബ്ലൂ കളറിലാണ്. ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, അതുപോലെ കാടുകളും വൃക്ഷങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഗ്രീൻ കളറിലാണ്. കൃഷി ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് യെല്ലോ കളറിലാണ്. പിന്നെ
ബാരൽ ലാൻഡ് അഥവാ തരിശ് ഭൂമിയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഏത് കളറിലാണ്? അത് വൈറ്റ് കളറിലാണ്. സെറ്റിൽമെന്റ്സ്, റോഡ് അതോ വീടുകൾ, അതേപോലെ റോഡുകൾ, വഴികളൊക്കെ നമ്മൾ കൊടുക്കുന്നത് റെഡ് കളറിൽ. ഗ്രിഡ് ലൈൻസ്, അതായത് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് ഈസ്റ്റിങ്സ് നോർത്തിങ്സിനെ പറ്റിയൊക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് റെഡ് കളറിൽ തന്നെയാണ്. കോണ്ടൂർ ലൈൻസ് ആൻഡ് ദെയർ വാല്യൂസ്, കോണ്ടൂർ രേഖകളും നമ്പറുകളും കൊടുക്കുന്നത് ബ്രൗൺ കളറിലാണ്. സാൻഡ് ഡ്യൂൺസ് ആൻഡ് സാൻഡ് ഹിൽസ്, ഓക്കെ, മണൽക്കൂനകളും മണൽ കുന്നുകളൊക്കെ നമ്മൾ കൊടുക്കുന്നതും ബ്രൗൺ കളറിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കിയെന്നോ? യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള സൈൻസ് ആൻഡ് സിംബൽസ് നമ്മൾ നോക്കി, അതിൻ്റെ ഓരോന്നിൻ്റെയും കളേഴ്സ് നമ്മൾ പറഞ്ഞു. അപ്പോൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് വെക്കാം. ഗ്രിഡ് റെഫറൻസ് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഈസ്റ്റിങ്സ് നോർത്തിങ്സ് ഒക്കെ, അതൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ സിസ്റ്റം എന്താണെന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഏതായാലും തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ ഈ ഒരു സയൻസ് ആൻഡ് സിംബൽസ് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കളേഴ്സ് പറഞ്ഞുകൊണ്ട് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.